ഹലോ, ഇന്ന് എനിക്ക് ഒന്നും പറയാനില്ല. നമ്മൾ ജയ്ഗുരു ജിന്നാണ് കൊണ്ടുവന്നിരിക്കുന്നത്. ഇന്ന് നമ്മളൊരു ടൂറ് പോവാണ്. പക്ഷേ ഈ ടൂറ് സാധാ ടൂറല്ല. ഇന്ന് ഞാൻ ഒരു പറപ്പിക്കാന്ന് വെച്ചാൽ ആകാശത്ത് പറക്കുന്ന സ്പീഡിൽ റോഡിൽ പറക്കും. ഒരുമാതിരി ബുള്ളറ്റ് ട്രെയിൻ പോലെ ആയിരിക്കും നമ്മൾ പോകുന്നത്. ജിന്നും വെച്ച് പറപ്പിക്കാൻ പോകണം. ഇടിക്കാണ്ട് മാക്സിമം നോക്കാം. ഒന്നും പറയാം, ഇനി ഒന്നും സംസാരിക്കാണ്ട് വിടാം, വളി വിടാം. ഓക്കെ, ഇവിടെ ഇതിൻ്റെ മാക്സിമം സ്പീഡ് 200 എന്നാണ് എൻ്റെ വിശ്വാസം. BMR വേഗ ആണ്. സെഡ് വേഗൻ്റെ ജയ്ഗുരു ജിന്ന് കൊള്ളൂല, അത് തീരെ പോരാ. ഗന്ധർവൻ 2.0 ഉണ്ട്, ജിന്നും ഉണ്ട്. അപ്പം ജിന്ന് മതിയെന്ന് ഞാൻ വിചാരിച്ചു ഞാൻ ജിന്നെടുത്തു. നിങ്ങൾക്ക് വേറെ ഏത് വണ്ടി വേണമെന്ന് പറയുമോ? എക്സ്പ്ലോഡ് വേണോ, കൊമ്പൻ വേണോ? കമ്പൻ ഇടുക. കൊമ്പനായിരിക്കും എനിക്കൊന്ന് ഞാൻ അടുത്തെടുക്കാൻ പോകും. എന്തായാലും ഞാനിന്ന് പറപ്പിക്കാൻ പോകണം. ഒന്നും പറയില്ല. നമ്മളിപ്പോൾ ശരിക്കും പറപ്പിക്കേണ്ട വലിയ ആവശ്യമില്ല. കാരണം നമ്മളിപ്പോൾ നമ്മളെ ആൾക്കാരെ കൂട്ടാൻ പോവുകയാണ്. പുലർച്ചെ സീരി ലൈറ്റൊക്കെ പുലർച്ചയ്ക്കാണ് ഇവരെ പോകാൻ പറഞ്ഞത്. പക്ഷെ ഞാനിപ്പോൾ പുലർച്ചയ്ക്കല്ല ഇതെടുത്തത്. ഇപ്പോൾ 11:26. ഇവിടെ വഴിമാറോ, വഴിമാറ്. ഇവിടെ ആക്സിഡൻ്റ് ഒക്കെ ഒന്നും എനിക്കൊന്നുമില്ല. ഞാൻ പറഞ്ഞില്ല ഞാൻ പറപ്പിക്കും. ഒരു ഐഡിയ ഓടിക്കാണ്ട് ഇപ്പോൾ 100 മാക്സിമം 95 നമ്മൾ നോക്കുന്നത്. നമ്മുടെ സ്ഥലം എത്താനായി. ഇവിടെ ഒറ്റ വളക്കൽ. റോങ് വേ പോകുന്നുണ്ട്. ഇവിടെ എന്ത് കഷ്ടോടെ. നമ്മുടെ ഫ്രണ്ട് വല്ല ഡാമേജ് പോയത്. അത് വലിയ ചിന്ത. അത് ശരിക്കും നമ്മളിന്ന് മിക്കവാറും ആക്കാൻ പോകുന്ന ഡാമേജിൽ ഒരു ഒന്നും ആയിരിക്കില്ല. പോട്ടെ, വേഗം കയറി. സമയമില്ല. പോട്ടെ. ഞാനിന്ന് പറപ്പിക്കുന്ന വെച്ചാൽ തെറുപ്പിക്കലാണ് ഇതിന്. മാറ്. ഞാൻ ഇതൊന്നും വിടും. പക്ഷെ എന്നാലും വളി വിടും. എന്നാലും ഞാനിതൊന്നും കൈവിടില്ല. ഓക്കെ, ഇവിടെ നമുക്ക് സൈഡിലോട്ട് വളയ്ക്കണം. ഈ സൈഡിൽ ഒറ്റ ഈ വണ്ടികളൊക്കെ മാറി തന്നോ കൊള്ളായിരുന്നു. ഹോണില്ലാത്തോണ്ട് ഹോണുണ്ട്. ഇത് മതി. ഇതാണ് മാറാൻ ബെസ്റ്റ്. നമ്മുടെ റോഡ് ചെറുതാവുകയാണോ? പ്രോബ്ലം. പക്ഷെ എന്നാലും ഞാൻ ഏൽപ്പിക്കും. അല്ല, ഞാൻ ഇവരെ കൊണ്ടു കൊടുക്കും. ഇപ്പം നമ്മളൊരു ഹൈവേ. എവിടെ നോക്കിയാണ് ഓടിക്കുന്നത്? ഭ്രാന്ത. എന്തായാലും 90 താഴെ ഞാൻ കൊണ്ടുപോകില്ല. അത് എത്ര എനിക്ക് നല്ല വിശ്വാസമുണ്ട്. 85 താഴെ പോയാൽ ഞാൻ ഈ വീഡിയോ ഡിലീറ്റ് ചെയ്യും. ഇത്രയും കഷ്ടപ്പെട്ട് ഞാൻ എത്ര കഷ്ടമുണ്ടായാലും ഈ വീഡിയോ ഡിലീറ്റ് ചെയ്യും. ഞാൻ വെറുതെ പറഞ്ഞു ഞാൻ ഡിലീറ്റ് ചെയ്യും. ഞാൻ 85 താഴെ പോകണമെങ്കിൽ അടുത്ത വീഡിയോ 85 താഴെ പോകില്ല. അത്ര എനിക്ക് വേറെ ഒന്നും ചെയ്യണ്ട. അത്ര എനിക്ക് പറയാനുള്ളൂ. ഈ ആഡ് ഞാൻ ഓഫാക്കാം. ട്രൂഡി സ്റ്റോറി ഞാൻ അറിയേണ്ട ആഡ് നിങ്ങളെ ഞാൻ കാണിപ്പിച്ചു. വലിയ കുഴപ്പമൊന്നുമില്ല. ഞാൻ സ്റ്റോറി പറയാം. എന്തായാലും ഓക്കെ, നമ്മുടെ ഇപ്പം ലോഡാവും. എന്നിട്ട് പറപ്പിക്കാൻ പോവാണ്. ഒരു നാട്ടുപ്രദേശം പോലെ ഉണ്ടല്ലോ. ഞാൻ പറപ്പിക്കാൻ പോവാ. എന്തായാലും ഇവിടെ നമുക്ക് സൈഡിലോട്ടാണ് പോകേണ്ടത്. എന്തായാലും 94 അല്ലേ, ഒരു കുഴപ്പമില്ല. നമ്മൾ ബ്രേക്ക് പിടിക്കാണ്ട് 100 താഴെ പോവില്ല. നമ്മളിതാ ഇതേപോലത്തെ റിസ്കി ഓവർടേക്കിംഗ് ഒക്കെ ചെയ്യും. മൈൻഡ് ആക്കണ്ട. ഇതാണ് എൻ്റെ ഹൈവേ. സീൻ ഒരുമാതിരി അഡ്രിനലിൻ റഷ് പോലെയാണ് ഞാൻ പറപ്പിക്കാൻ പോകുന്നത്. എല്ലാവരും സൂക്ഷിച്ചു. ഇതേപ്പോൾ വേറെ വണ്ടികൾ വരുന്നുണ്ടെങ്കിൽ
ഫ്രണ്ടിൽ ആരും ഇല്ലെങ്കിലും. നിങ്ങളുടെ ചെവി ഞാൻ അടിച്ചു പൊട്ടിച്ചാണ്. ഇൻഡിക്കേറ്റർ എന്തിനാണ്? ഓക്കെ, ഇത് ഡബിൾ സൈഡല്ലേ, ഒരു പറപ്പിക്കായിരിക്കും. ആക്സിഡന്റ് വരുത്താണ് ഞാൻ നോക്കാം. ആക്സിലറേഷൻ കുറച്ചുകൂടി ഉണ്ടായിരുന്നത് നന്നായിരുന്നു എന്നാണ് എൻ്റെ അഭിപ്രായം. പക്ഷെ ഒരു 100-130 ആയാലും ആക്സിലറേഷൻ കൂടും, ഹോഴ്സ് പവർ തനിയെ കൂടും. എടാ ഇൻഡിക്കേറ്റർ എന്തിനാടോ? പോട്ടെ പോട്ടെ പോട്ടെ, പവർ നമ്മൾ ഇടിച്ചോണ്ട് ഇപ്പം 200 ടച്ച് ചെയ്യുമെന്ന് സംശയമുണ്ട്. അല്ലല്ല, ടച്ച് ഉറപ്പല്ലേ? ഞാൻ സ്പീഡ് ടച്ച് ചെയ്തു. ഇത് മഴയാണോ? ഇതിട്ട് കാര്യമില്ല. ഇതിന് ചെറിയ കംപ്ലൈൻ്റ് ഉണ്ട്, മറ്റേ നമ്മുടെ വിൻഡോ വൈപ്പർ. അപ്പം അത് നോക്കണേ, എനിക്ക് എന്തായാലും കാണാം. അത് കുറച്ച് വളരെ ഡേഞ്ചറസ് ആണ്. ഞാൻ ചിലപ്പോൾ അയ്യോ ഡ്രിഫ്റ്റ്, അയ്യോ ഞാൻ പ്രൊഫഷണൽ, ഞാൻ പറപ്പിക്കാൻ പോകാം. ഞാൻ ഇവിടെ നിന്ന് നോക്കാം. അപ്പുറത്തെ സൈഡിലെ വണ്ടികൾ മിററിൽ എന്തോ സ്പീഡിലാണ് പോകുന്നത്. അല്ലെ യാത്രക്കാർ വിചാരിക്കും എനിക്കെന്തോ പ്രാന്ത് പിടിച്ചെന്ന്. പക്ഷേ എനിക്ക് പ്രാന്തൊന്നുമില്ല. ഒന്ന് പേടിപ്പിച്ചതാ, ഞാൻ പേടിച്ചു പോയി. ഈസി ബിസി. നമ്മളെ മാപ്പ് ഇപ്പം നമ്മൾ വേറൊരു സ്ഥലത്തോട്ട് പോകും. അപ്പം ഓക്കെ, ആദോർ ഭാഷയിൽ അത് എനിക്കറിയില്ല എങ്ങനെ അത് വന്നത്, എന്തിനാട് വന്നത്. പട്ടയായിട്ട് ഒരു ഒന്നിനും കൂട്ടാത്തൊരു ആഡാണ്. ഒക്കെ നമുക്കിട്ട് മൈൻഡൊക്കെ ഇട്ട് നമുക്കിന്ന് പറപ്പിക്കും. ഓക്കെ ഞാൻ പറഞ്ഞു 100 അടിയിൽ പോവാം, പക്ഷേ 96 അത് എൻ്റെ തെറ്റല്ല, അതുകൊണ്ട് അത് കുഴപ്പമില്ല. വഴിമാറ്. ഇവിടെ ഇവരൊക്കെ എവിടെ നോക്കിയാണ് ഓടിക്കുന്നത്? വഴി പോലും മാറി തരില്ല. ഞാനാണ് എല്ലാവർക്കും. നമുക്കാണെങ്കിൽ കുറേ ദൂരം. ഇന്ന് പ്രത്യേകിച്ചൊരു ബ്യൂട്ടിഫുൾ ലൊക്കേഷൻ ഒന്നുമില്ല. ഇന്ന് പൊതുവേ ഒരു ഹൈവേ ഇതുപോലത്തെ റോഡൊക്കെ ആയിരിക്കും. കാരണം ഇന്ന് ഞാൻ പറപ്പിക്കുകയാണ്, പറപ്പിക്കല്. കാരണം കുറച്ചൊക്കെ ഒരു കേരള വൈബ് കിട്ടുന്നുണ്ട്, അതുകൊണ്ട് ഞാൻ ജിന്നുകൊണ്ട് പറപ്പിക്കാൻ. ഇവിടെ വണ്ടി വരുന്നുണ്ടോ? അയ്യോ, എനിക്കൊന്നും കാണുന്നില്ല. ഈ കാണുന്ന വിൻഡോ വൈപ്പർ. ഇത് അതിൻ്റെ സോൺ ഒരു ഹൈവേ വരുന്നുണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. നമുക്കാർക്കും അറിയില്ല. ഞാൻ റോങ് സൈഡ് പോവാം, ഡേഞ്ചറസ് ആണ്. എനിക്കൊന്നും കാണുന്നില്ല, ഇതുകൊണ്ട് ചിലപ്പോൾ വണ്ടി സ്കിഡ് ആവുകയും ചെയ്യും. നമ്മുടെ ഫ്രണ്ടിലൊരു വണ്ടി ഇല്ലാന്ന വിശ്വാസത്തിലാണ് ഞാൻ നമ്മുടെ വണ്ടിയില കത്തിച്ചൂട. വണ്ടി എടാ, എനിക്കൊന്നും കാണുന്നില്ലടേ. ഇവന്മാരെന്താ ഇവിടെ പോകാത്ത? അവിടെ സിഗ്നൽ ഉണ്ടായിരുന്നു. അവിടെ കുറച്ച് വലിയ റോഡ്. സിഗ്നലൊന്നും ഞാൻ കണ്ടില്ല. ഇവിടെ സിഗ്നൽ, അവിടെ പോലീസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് കുഴപ്പമില്ല. ഉമ്മാനൊന്നും മാറുന്നുണ്ട്, അതുകൊണ്ട് ഞാൻ ഓവർടേക്ക് ചെയ്യും. എൻ്റെ അവസാനം ഈ മഴ പോയി. അയ്യോ ഒന്നിനെ പോട്ടെ. എനിക്കൊന്ന് കാണാനായിരുന്നു അത് എങ്ങനെയാണ്.
വാട്ട് പവർ. അല്ലവിടെ വണ്ടി ഉണ്ടോ? താങ്ക് യു അണ്ണ. അയാൾ പൊളിയാണ്, അയാൾ പൊളി, ഒന്നും പറയാനില്ല. അയാൾക്ക് നല്ല നല്ല മനസ്സാണ്. കാരണം അയാൾക്ക് മരിക്കാൻ ആഗ്രഹമില്ല. അയാൾ മാറിയില്ലെങ്കിൽ അയാൾ പോകും, വേറെ ഒന്നുമില്ല. മൈൻഡിന്റെ താഴെ പോയിട്ടില്ല. ടെക്നിക്കലി നമ്മളിപ്പം സേഫാണ്. എന്തായാലും അത് ഭയങ്കര നമുക്ക് വിടാം. ഓക്കെ ഓക്കെ, നിങ്ങൾ ആഗ്രഹം ചെയ്യുന്നില്ലേ? ഓക്കെ, നമുക്ക് വാഴ ഒക്കെ ഇരിക്കുന്നു. വാഴ ഞാൻ പാടുന്നില്ല, കോപ്പിറൈറ്റ് അടിക്കും. ആരുമില്ലല്ലോ വണ്ടിയിൽ, അല്ല റോഡിൽ. അയ്യപ്പ കൊണ്ട് ചേറ്റിയാണ് ആ റെഡ് കാറിന്. ഞാൻ റോഡ് വളയ്ക്കാൻ പോയോ? ഓക്കെ ഓക്കെ, ഡ്രൈവ് ടു കുഡൂസോ? ഓക്കെ, കുഡൂസ് പുതിയ സ്ഥലപ്പേര്. പേടിപ്പിച്ചത്. ലാഗ് അടിക്കുന്ന സംശയം. ഇല്ല ലാഗല്ല. ഞാൻ വേഷം മാറി തന്നു. പിന്നെ അത്രയും നല്ലവന്മാരൊന്നുമല്ലേ ഇവന്മാര്. നമുക്ക് സ്പീഡ് ഉണ്ടോ എന്നൊരു സംശയം. എന്തായാലും പോട്ടെ, വണ്ടി സ്ലോ ആണ് പോകുന്നത്. എടാ, ഒരു വണ്ടി റോഡിലുണ്ടെങ്കിൽ ഭയങ്കര ബോറാണ്. അത് കാറുണ്ട്. അവനെ തട്ടിയോ? തട്ടി സാധനം എനിക്ക് കുഴപ്പമില്ല. ഇവിടെ ഒരു ഷോർട്ട് കട്ടാണ്. ഷോർട്ട് കട്ട് ഉണ്ടായിരുന്നു തോന്നുന്നു, നമ്മളത് മിസ്സാക്കി. ഓക്കെ, അപ്പം എന്തായാലും പറപ്പിക്കേണ്ടതാണ്. അതുകൊണ്ട് ഇവിടെ എന്തോ ഒരു സീന് വളം വരുന്നുണ്ടെന്ന് തോന്നുന്നു. അയ്യോ, ഞാനിട്ടാ ആ ഷോർട്ട് കട്ട് എടുത്തിട്ടുണ്ടായിരുന്നെങ്കിൽ ഇപ്പം തീർന്നേനെ. കാരണം ആ ഷോർട്ട് കട്ട് എടുക്കാൻ പാടില്ല എന്ന് തോന്നുന്നു. എനിക്കറിയില്ല കേട്ടോ. ഇതെന്താ നടുവിലൂടെ പോയില്ലേ? ആയി, നല്ല സീറ്റാണല്ലോ അത്. മറട. അയ്യോ, ഇവിടെ റിപ്പയർ സെൻ്റർ. ഓക്കെ, എന്തായാലും നമുക്കൊന്ന് ഈ വണ്ടി ഒന്ന് കുറച്ച് നന്നാക്കാനുണ്ട്. ഇല്ലെങ്കിൽ ഇതാവില്ല, എനിക്കൊരു ഇത് കിട്ടൂല. അതുകൊണ്ട് നമ്മൾ വർക്ക്ഷോപ്പിൽ കയറ്റാം. അപ്പോഴത്തേക്കും അയ്യോ, ഇവർ ലഞ്ചൊക്കെ കഴിച്ചിട്ട്. ഇവർ ലഞ്ചൊന്നും കഴിച്ചില്ല, കാരണം അവരുടെ സ്ഥലം ഇനി ഇപ്പം എത്തുന്നതെന്ന് തോന്നുന്നു. എനിക്കറിയില്ല എത്ര നേരം കൂടി ഉണ്ടെന്ന്. റിപ്പയർ ചെയ്യാം. പൈസ കൊണ്ട് എനിക്ക് കുറേ പൈസ ഉണ്ട്. അതുകൊണ്ട് കുഴപ്പമില്ല. ഇവിടുത്തെ ആൾക്കാർക്ക് കഴുകാനുള്ള സർവീസില്ല. അതെനിക്കറിയില്ല. ഇവിടെ കഴുകൊന്നുമില്ല. അതുകൊണ്ട് നമുക്ക് ആദ്യം മാപ്പൊന്ന് നോക്കാം. ഒരു സ്ഥലം. ഓക്കെ, എന്തായാലും ഒരു സ്ഥലം എത്താനായിട്ടൊന്നുമില്ല. അതുകൊണ്ട് ഇവർക്ക് ലഞ്ച് വേണ്ടി വരും. എടുത്താണെങ്കിൽ ഒരു ഒറ്റ ഹോട്ടലും ഇല്ല എന്നാണെന്ന് എനിക്ക് തോന്നുന്നു. ഹോട്ടലും ഉണ്ടായിരിക്കില്ല. ഇനി ഏതെങ്കിലും ഷോർട്ട് കട്ട് വന്നാൽ ഞാൻ എടുക്കും. ഒരു സംശയവുമില്ല. അതുകൊണ്ട് നേരത്തെ ഒരു ഷോർട്ട് കട്ട് മിസ്സായില്ലായിരുന്നു. അതുകൊണ്ട് നമ്മൾ ഇപ്രാവശ്യം പറപ്പിക്കില്ല. നമ്മൾ ഷോർട്ട് കട്ട് വഴിയിൽ കുറച്ച് അഡ്വഞ്ചറസ് ആണ്. അവർക്കെന്തോ ഇത് ഷോർട്ട് കട്ടാണ്.
നോക്കട്ടെ. അല്ല അത് കൺസ്ട്രക്ഷൻ സൈറ്റാ. അതുവഴിയൊന്നും പോയേക്കരുത്. കുറച്ചൊരു കാടിൻ്റെ ഉള്ളിലൊക്കെ ആയിരിക്കും ഷോർട്ട് കട്ട് ഉണ്ടാവും. ഇനി ഉണ്ടാവില്ല എന്ന് തോന്നുന്നു, കാരണം നമ്മളെ സ്ഥലം എത്തണായി. പക്ഷേ ഷോർട്ട് കട്ട് എടുത്താൽ മതിയായിരുന്നു. നമ്മൾ പറപ്പിച്ച് വേണ്ട, എന്നാലും പറപ്പിക്കേണ്ടത് സുഖം കിട്ടിയല്ലോ. അത് അതൊക്കെ ഒന്നെങ്കിലും ഒന്ന്, രണ്ടും ഇല്ലെങ്കിലും ഒന്ന് കിട്ടിയല്ലോ, അങ്ങനെ സന്തോഷം. ഓക്കെ, ഇപ്പം ആ മാപ്പ് മാറിയിട്ടുണ്ടായിരുന്നില്ലെങ്കിൽ ഞാൻ മിക്കവാറും ആ ഫോർച്യൂണറിൽ കൊണ്ട് ഇടിച്ചേനെ. അതുകൊണ്ട് അയ്യോ വീണ്ടും 20,000 പോയേ, എൻ്റെ ബോളും പോയേ, 20,000 പോയേ, എൻ്റെ ഫ്യൂല് വന്നേ. അവിടെ എന്തോ ഇതുണ്ടായിരുന്നു. ഇത് ഷോർട്ട് കട്ടാണ്. ഞാൻ ഇനി ഷോർട്ട് കട്ട് നോക്കിക്കൊണ്ടിരിക്കും. വെറി സോറി. നമുക്ക് പക്ഷേ ഇതിൻ്റെ മുന്നേ ഇവർക്ക് ലഞ്ച് കൊടുക്കാനുണ്ട്. അതുകൊണ്ട് ഇത് എടുത്തു വരുന്ന ഈ ഹോട്ടലിൽ ഞാൻ കയറ്റാൻ പോകും. അവിടെ ഒരു ഹോട്ടലുണ്ട്. ഇത് തന്നെയല്ലേ ഹോട്ടൽ? അയ്യോ ഇതല്ല, ഇത് തന്നെയാണോ? അല്ലല്ലേ, നമ്മൾ ബാക്ക്വേർഡ്സ് ആണ് പോകേണ്ടത്. നമ്മൾ വഴി തെറ്റിയിരുന്നു. നമുക്ക് പോകേണ്ട വഴി ഇതാണ്, ആ ബാക്ക്. പോട്ടെ, ഇതിൻ്റെ ടേണിങ് നല്ലതാണെന്ന് വിചാരിക്കുന്നു. ഓക്കെ നമ്മൾ വണ്ടി ഇവിടെ ചെറുതായിട്ട് സൈഡാക്കാം. ഇവർക്ക് ലഞ്ച് അയക്കേണ്ടതാണ്. അടുത്ത ഷോർട്ട് കട്ട് എടുക്കും ഞാൻ. ഇവർക്ക് ലഞ്ച് അയക്കേണ്ടതാണ്. ഓക്കെ, എല്ലാവരും ഇറങ്ങിപ്പോകേണ്ടതാണ്. ലഞ്ച് കഴിക്കണം. ഓക്കെ, എല്ലാവരും ലഞ്ച് കഴിച്ചിട്ടൊക്കെ വന്നു. ഞാൻ സൗണ്ട് കൂട്ടിയത് നിങ്ങൾക്ക് എൻജിൻ സൗണ്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. കുറച്ച് പാളിച്ചത് ശരില്ല. നമ്മൾ ഇനി അടുത്ത ഷോർട്ട് കട്ടൊക്കെ എടുത്തു കഴിഞ്ഞാൽ നമ്മളെ സ്ഥലത്തും നോക്കണേ. ഇനി നമ്മളെ മാപ്പ് എങ്ങനെയാണെന്നനുസരിച്ച് ഷോർട്ട് കട്ട് ഏത് സൈഡിലാണെന്ന് ഞാൻ നോക്കാം. അയ്യോ ചേട്ടാ, ഇത് കുഴപ്പമാണല്ലോ. ഓക്കെ, അങ്ങോട്ട് എന്തുവാ? അങ്ങോട്ടൊന്നുമില്ല. അല്ല നിൽക്കേ, അങ്ങോട്ട് എനിക്ക് സംശയമുണ്ട്. ഇല്ല, പോകാൻ പറ്റൂല. കാരണം ഇവിടെ എവിടെയോ ഷോർട്ട് കട്ട് ഉണ്ട് എന്നാണ് എൻ്റെ പരമായ സംശയം. പക്ഷെ നമുക്ക് തരാം. അവർ ഫുഡ് കഴിച്ച് വന്ന് കുറച്ച് ലേറ്റായി. അപ്പോൾ അവർക്ക് ഫസ്റ്റ് സ്പോട്ട് ഒരു ഈ മറ്റേ നമ്മുടെ ഏതൊരു അമ്പലമാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ചു പോകും. അപ്പം ഇവർ അവിടെ എനിക്കറിയില്ലടാ, ഇവർ പറഞ്ഞ് ഗൂഗിൾ മാപ്സിലിട്ട് പോകും. അവർ പറഞ്ഞൊരു അമ്പലത്തിലാണ്, അത്രേ എനിക്കറിയൂ. വേറെ ഒന്നും എനിക്കറിയില്ല. എന്തായാലും ഞാൻ വീണ്ടും പറപ്പിക്കും. നിൻ്റെ അടുത്ത് ഇനി വേറെ ഒന്നുമില്ല. അയ്യാ, അതെന്തായിരുന്നു? ഇതുവഴി ഒരു ഷൂട്ടുണ്ട്, നമുക്കത് എടുക്കാം. നമ്മൾ ശരിക്കും നേരത്തെ ഒരു ഷോട്ടിട്ട് മിസ്സായി. അതായിരുന്നു ആ സിഗ്നല്.
വീശിക്കിടുന്നു. ഇത് നമ്മളെ വളരെ എടുപ്പിക്കുന്നു. ഒരു കുഞ്ഞ റോഡാണെങ്കിൽ നല്ലോണം എടുപ്പിക്കുന്നു. തിരിച്ച് ഹൈവേൻ്റെ കുറേ മുന്നത്തെ ഭാഗത്തോട്ട് കയറ്റും. നമ്മുടെ മാപ്സ് കാണിക്കുന്ന വഴിയല്ല നമുക്ക് പോകേണ്ടത്. ശരിയാണ്, നമുക്ക് നേരെയാണ് പോകേണ്ടത്. ഇപ്പം എത്രയോ ചെറുതായല്ലോ പോട്ട്, അത്രയും ദൂരം സ്പീഡും കിട്ടി. കുറച്ചുകൂടി ഉള്ളിലുള്ള റൂട്ടാണ്. നീ എന്താ അയ്യോ, ഞാൻ ശരിക്കും ഇതാക്കിയത് ആ ചാട്ടം തൊടാനായിരുന്നു. എടോ ഇങ്ങനെയൊക്കെ വണ്ടി വെച്ചാലോ. നമുക്ക് ആദ്യം ഒരു മോളിൽ പോകണം. അത് ഇപ്പോൾ അവർ പറഞ്ഞതാണ്. മോളൊന്നുമില്ല. മോളുണ്ട്, ഏതൊരു മോളിൽ പോകണം എന്ന് പറഞ്ഞു. ഏതാണെന്നും എനിക്കറിയില്ല. മാറുക മാറുക, അയ്യോ മാറിക്ക, അയ്യോ അമ്മ. അപ്പോൾ അയ്യോ, നമുക്ക് തൽക്കാലം ഇപ്പോൾ വണ്ടി ഒന്ന് സൈഡാക്കാം. അത് കുറച്ച് ഇതായിപ്പോയി. നമുക്ക് കുറച്ചുകൂടി അങ്ങോട്ട് പോയി സൈഡാക്കാം, അതാണ് നല്ലത്. ബെസ്റ്റ് ഇസ് ബെസ്റ്റ്. ഗ്രൗണ്ടിനുള്ളിൽ കയറ്റാൻ പറ്റുമോ? കയറ്റാൻ പറ്റുമെങ്കിൽ ഞാൻ ഗ്രൗണ്ടിൽ കയറ്റി സൈഡാക്കാം. ഇല്ല, പറ്റൂല. ഏതായാലും നമുക്കിവിടെ അവിടെയുള്ള വീട് പോലത്തെ സ്ഥലത്ത് പോയി സൈഡാക്കാം. കുറച്ച് ഇതായിപ്പോയി. അയ്യോ, വീടല്ലേ, ഞാൻ ഈ ബോർഡായിരുന്നു. ഞാൻ വിചാരിച്ചത് ഇവിടെ ഒരു വീടുണ്ടെന്ന്. അയ്യോ, നമ്മുടെ ഫ്രണ്ടിലോട്ട് എന്തെങ്കിലും ഉണ്ടോ? ജീവിതമില്ല. അല്ലല്ല, നമുക്ക് അവിടെ ഒരു റിപ്പയർ ഷോപ്പ് പോലത്തെ സാധനമുണ്ട്, ഒരു ഗ്യാരേജ് ഉണ്ട്. അവിടെ പോയി സൈഡാക്കാം തൽക്കാലത്തേക്ക്. അത് കഴിഞ്ഞിട്ട് ഇവർ എവിടെയെങ്കിലും പോയി ചായ കുടിച്ചാലോ എന്തെങ്കിലും നമുക്ക് റെഡിയാക്കാം. അയ്യോ മാറിക്കോ, വഴി മാറിക്കോ, ഭ്രാന്താണേ എനിക്ക്. അയ്യോ ഇതന്നെയല്ലേ, അതന്നെ. ഇതാണ് നമ്മുടെ റിപ്പയർ ഗ്യാരേജ്. ഇവിടെ പോയി കിട്ടും. അതാണ് ബെസ്റ്റ്. നമ്മുടെ ഗ്യാരേജിൽ വണ്ടി വെക്കാം. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.